കുമാർ മനയിൽ ഈ രീതിയിലുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ അല്ല, മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെ എങ്ങനെയും വിശദീകരിക്കാൻ കഴിയും. കാരണം അദ്ദേഹം ഭരണഘടനാപരമായി തന്നെ സ്റ്റേറ്റിന്റെ CEO ആണ്, സ്റ്റേറ്റിന്റെ എല്ലാ ഘടകങ്ങളുടെയും നിയന്ത്രണമുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തെ ഏത് രീതിയിലും വിശദീകരിക്കാനുള്ള രാഷ്ട്രീയവും ഭരണപരവുമായ അർഹതയും കഴിവുണ്ട്. ഇവിടെ അതല്ല ഒരു വിഷയം. മഞ്ജുഷേ, പണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നു, രമൺ ശ്രീവാസ്തവയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിച്ചതിൻ്റെ പേരിലാണ് കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം വെടിയേണ്ടി വന്നത്. അന്ന് ഈ രമൺ ശ്രീവാസ്തവ വിവാദ നായകനായപ്പോൾ കെ കരുണാകരനോട് അടുപ്പമുള്ള ഒത്തിരി നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലീഡറെ ഇദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തൂ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തലയൂരി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കരുണാകരൻ പറഞ്ഞ മറുപടി, രമൺ ശ്രീവാസ്തവയുടെ പേരിൽ ഈ ആരോപണങ്ങളല്ലാതെ യാതൊരു തെളിവ് എൻ്റെ മുന്നിലില്ല, പിന്നെ ഞാൻ അങ്ങനെ ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. അവസാനം കേരള ഹൈക്കോടതിയിൽ നിന്നും രമൺ ശ്രീവാസ്തവയ്ക്ക് ISR കേസുമായി ബന്ധം കാണുന്നു എന്നുള്ള പരാമർശം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ കെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ആ സസ്പെൻഷനോടൊപ്പം തന്നെ പോയത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇവിടെ MR അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തും തോറും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത്. ഇപ്പോൾ കരുണാകരൻ രാജിവെച്ച പോലെ രാജിവെക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ അനുദിനം ദുർബലനായിക്കൊണ്ടിരിക്കും. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇപ്പോൾ മുഖ്യമന്ത്രിയും ADGPയും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ADGP ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ വളരെ താഴെയുള്ളൊരു ബ്യൂറോക്രാറ്റാണ്. ADGPന്റെ മുകളിൽ എത്രയോ ഉദ്യോഗസ്ഥർ വേറെ ഉണ്ട്. DGP ഉണ്ട്, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ചീഫ് സെക്രട്ടറിമാരുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ADGP എന്ന് പറഞ്ഞാൽ താരതമ്യേന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേവലം താരതമ്യേന ഒരു ഉയർന്ന പോലീസിലെ ഒരു ഉയർന്ന ADGPമാർ തന്നെ 10-12 പേരുണ്ട്. അതിലൊരാളായ അജിത് കുമാറിനെ ഇത്ര ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കണം. കാരണം കേവലം ഒരു ADGP ആയ അദ്ദേഹത്തിന് എന്താണ് ഇത്ര അധികം പ്രാധാന്യം മുഖ്യമന്ത്രി കൊടുക്കുന്നത്? അപ്പോൾ മനുഷ്യൻ നമ്മൾ സമകാലീന കേരളത്തിൻ്റെ ചില അവസ്ഥകളിലേക്ക് നമ്മളൊന്ന് പോകേണ്ടി വരും. കേരളത്തിൽ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതൃത്വം, മുഖ്യമന്ത്രിമാരായാലും മന്ത്രിമാരായാലും, രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് ഈ ബ്യൂറോക്രാറ്റുകൾ ഉപയോഗിക്കുന്നത്. കാരണം ബ്യൂറോക്രാറ്റുകൾക്ക് കുറച്ചുകൂടെ രഹസ്യമായിട്ട്, ഹിഡനായിട്ട് രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ മറ്റ് രാഷ്ട്രീയക്കാർ ഇപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം ADGP കൊണ്ട് നടത്താനാണ് കുറച്ചുകൂടി എളുപ്പം. ഒരുപക്ഷെ MP രാജേഷിനെ കൊണ്ടും മുഹമ്മദ് റിയാസിനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നതിനേക്കാൾ എളുപ്പം, അല്ലെങ്കിൽ ഗോവിന്ദൻ ഭാഷിനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നതിന് എളുപ്പം മുഖ്യമന്ത്രിക്ക് ആ കാര്യം ചെയ്യിക്കാൻ ADGP ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരം ബ്യൂറോക്രാറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ച രാഷ്ട്രീയക്കാരെല്ലാം അവസാനം വീണിട്ടുണ്ട്. നമ്മൾ ഈ ഒറീസ മുഖ്യമന്ത്രി ബിജു പട്നായിക്കിന് അവസാനം പറ്റിയ, നവീൻ പട്നായിക്കിന് അവസാനം പറ്റിയതാണ്. ഏതോ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ IAS ഓഫീസറെ മുഖ്യമന്ത്രിക്ക് ശേഷമുള്ള അവസ്ഥയെ പ്രതിഷ്ഠിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അവിടെ ഇല്ലാതായി. അപ്പോൾ ഈ വളരെ ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ഈ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ഇത്തരം ബ്യൂറോക്രാറ്റുകൾ ഉപയോഗിക്കും. ഇവിടെ എനിക്ക് ബലമായ സംശയം നമ്മൾ സംശയിക്കേണ്ടത് ഇത്തരം എന്തെങ്കിലും കാര്യത്തിന് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ADGPയെ പോലെ താരതമ്യേന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ഇത്ര വില കൊടുത്ത് ഇത്ര ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിയെ പോലും വെറുപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ മുഖ്യമന്ത്രിക്ക് സംജാതമാകണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വളരെ വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മിഷൻ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ടാകാം. ആ മിഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ചിന്തിക്കേണ്ടതും വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതും. അങ്ങനത്തെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ പല ഉദാഹരണങ്ങളും ഇക്കാര്യത്തിൽ വരുന്നുണ്ടല്ലോ. സ്ഥിരീകരിക്കപ്പെട്ട പല ഉദാഹരണങ്ങളും ഉണ്ട്. ഒന്ന്, സ്വർണ്ണക്കടത്ത് കേസിൽ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് വിജിലൻസിന്റെ മേധാവിയായിരുന്ന MR അജിത് കുമാർ അന്ന് തന്റെ അധികാര പരിധിയിലല്ലാത്ത കാര്യം ചെയ്തു. അക്കാര്യം ഉദാഹരണ സഹിതം വന്നിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് ലോ ആൻഡ് ഓർഡറിൽ തന്നെ ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹം വരികയും ചെയ്തതാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ, PV അൻവർ ഉന്നയിച്ച പോലീസിംഗിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, പലതായിട്ടുള്ള പല കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഇന്റലിജൻസ് സംവിധാനം വഴി മുഖ്യമന്ത്രി ഉള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. പിന്നെയാണ് ഈ RSSുമായുള്ള കൂടിക്കാഴ്ച. അതും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അറിയാത്ത കാര്യം അല്ല. ഇന്റലിജൻസ് സംവിധാനമുണ്ട്. എവിടെ ADGP പോയാലും തൊട്ടടുത്ത ദിവസം തന്നെ ഇന്റലിജൻസ് വഴി ആ വിവരം കിട്ടുമല്ലോ എന്തായാലും മുഖ്യമന്ത്രിക്ക്. അതിപ്പോൾ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാണെങ്കിലും ആ ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കും.
അല്ല മഞ്ജുഷ, ഈ വിവരങ്ങളെല്ലാം നമ്മൾ ഈ PV അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളടക്കമുള്ള എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിക്ക് മാസങ്ങൾക്ക് മുമ്പേ കിട്ടിയിരിക്കും. കാരണം അതിന്റെ റുട്ടീൻ പ്രോസസ്സിംഗിൽ കൂടെ തന്നെ മുഖ്യമന്ത്രിക്ക് കിട്ടും. നമ്മൾ ഒരുപക്ഷെ സാധാരണ മനുഷ്യർക്ക് അത്ഭുതം തോന്നും. ഈ നാട്ടിൽ നടക്കുന്ന ഒരു സ്ത്രീ പീഡന കേസിൽ പോലും ഇരയുടെ പേരടക്കം അവരുടെ അഡ്രസ് അടക്കം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരും ഈ ഇന്റലിജൻസ് ബ്രീഫിംഗിൽ കൃത്യമായിട്ട്. കാരണം അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ്. കാരണം വകുപ്പ് മേധാവിയായ ആഭ്യന്തര വകുപ്പിന്റെ തലവനറിയാതെ ഒരു കാര്യവും കേരളത്തിൽ നടക്കില്ല. അത് കൃത്യമായി ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ADGP അജിത് കുമാർ ആരെ കണ്ടാലും അദ്ദേഹം എന്ത് പ്രവർത്തി ചെയ്താലും അതെല്ലാം കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ധൈര്യത്തോടെ ഇരിക്കുന്നത്. കാരണം ഇതെല്ലാം ഇപ്പൊ ഈ PV അൻവറൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ, ദിവസങ്ങൾക്ക് മുമ്പേ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൃത്യമായിട്ട് ഇന്റലിജൻസ് ബ്രീഫിംഗ് ആയിട്ട് എത്തിയിരിക്കും. അപ്പൊ അൻവർ എന്ത് പറയാൻ, അൻവർ എവിടം വരെ പോകും, അൻവർ എന്ത് പറയാൻ പോകുന്നു, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ പുഞ്ചിരിയോടെ ഇതെല്ലാം കേട്ടു നിൽക്കുന്നതും ഇതിനെ നിശബ്ദ സാക്ഷി പോലെ കണ്ടു നിൽക്കുന്നതും എല്ലാം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ്. പക്ഷേ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP, 10ഓളം ADGPമാരിൽ ഒരാളായ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര സ്പെസിഫിക് ആയിട്ട് സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഏതെങ്കിലും ദൗത്യം ആ രാഷ്ട്രീയ നേതൃത്വം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഏൽപ്പിച്ചിട്ടുണ്ടോ, ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ വിജയകരമായി. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത. അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ADGP സസ്പെൻഡ് ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിന് ചുമതല മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നിഷ്പ്രയാസം. കാരണം ഒരു സർക്കാർ ഓർഡറിന്റെ ഒരു ഇത് മതി. കാരണം സസ്പെൻഷൻ പോലും വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. കാരണം സസ്പെൻഷൻ ശിക്ഷാ നടപടി അല്ലാത്തത് കൊണ്ട് സസ്പെൻഡ് ചെയ്യാനോ അദ്ദേഹത്തിന്റെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനം മാറ്റാനോ ഇതെല്ലാം നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിക്കും. ഒരു മിനിറ്റ് പോലും വേണ്ട. ഇപ്പൊ നമ്മൾ എഴുതി കാണിച്ചത് നാളെയോ മറ്റന്നാളോ അദ്ദേഹം പ്രതികരിക്കുന്നതാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഇന്നിപ്പോ 7 മണിക്ക് അദ്ദേഹം വിചാരിച്ച ആ നിമിഷം ADGP അജിത് കുമാർ പുറത്താണ്. അദ്ദേഹത്തിന് ആരോടും ആലോചിക്കുക പോലും വേണ്ട. അത്രയേറെ പവർ വെസ്റ്റഡ് ആയിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അത് ഈ ADGP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തെക്കാളും എത്രയോ താഴെയുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തോ ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ഉല്ലാസ് ബാബു, ആ ഒരു ദൗത്യം എന്താണ് എന്ന